നേപ്പാളിൽ മിന്നൽ പ്രളയം. ടിബറ്റൻ അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ മലയാളി വിനോദസഞ്ചാരികളും കുടുങ്ങി. ഗലാച്ചിയിലാണ് 36 അംഗ സംഘം കുടുങ്ങിയത്. നിരവധി വാഹനങ്ങൾ കാഠ്മണ്ഡുവിൽ നിന്നും പൊഖ്രാനിലേക്ക് പോകുന്ന വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ്. അതിൽ ഇന്ത്യയിലെ കേരളത്തിൽ നിന്നുള്ള ടൂറിസ്റ്റുകളും ഉൾപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 1.5 മണിക്കൂറുമായി ഇവിടെ കിടക്കുകയാണ്. ഈ റസ്വ വില്ലേജിലുണ്ടായ ഈ ആക്സിഡന്റിൽ ഈ വെള്ളപ്പൊക്കത്തിൽ കുറേ വാഹനങ്ങൾ ഒഴിച്ചു പോയിട്ടുണ്ട്, കുറേ വീടുകൾ ഒഴിച്ചു പോയിട്ടുണ്ട്. എത്രയാണ് കാഷ്വാലിറ്റി എത്രയാണെന്നുള്ള കാര്യം ഇതുവരെ അധികൃതർ തിട്ടപ്പെടുത്തിയിട്ടില്ല. ജനങ്ങൾ പറയുന്നത് കുറേ വാഹനങ്ങൾ പോയിട്ടുണ്ട്, കുറേ ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ടാകാം എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇപ്പോൾ റോഡ് ഏകദേശം 2 മണിക്കൂറോളായി റോഡ് ബ്ലോക്കായി കിടക്കുകയാണ്. എപ്പോഴാണ് ഇവിടുന്ന് റിലീസാകാൻ പറ്റും എന്നുള്ള കാര്യം വ്യക്തതയില്ല. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് മരിയ കൂടി ചേരുന്നുണ്ട്. മരിയ, നിലവിൽ 9 മരണമാണ് സ്ഥിരീകരിച്ചത്. രക്ഷാപ്രവർത്തനം ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? ആര്യ, ഇപ്പോൾ ടിബറ്റ് അതിർത്തിക്ക് അടുത്തുള്ള നേപ്പാളിലെ റസ്വ ജില്ലയിലാണ് ഇത്തരത്തിലൊരു മിന്നൽ പ്രളയം ഉണ്ടായിരിക്കുന്നത്. ഏതാണ്ട് 9 പേര് മരിച്ചു എന്നുള്ള സ്ഥിരീകരണമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഇതിൽ ഒട്ടേറെ പേരെ കാണാതായി എന്നും അവർക്കായുള്ള കണ്ടെത്തലിനായുള്ള തെരച്ചിൽ ഊർജിതമാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും നേപ്പാൾ സേന അറിയിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഈ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് എത്രത്തോളം വലിയൊരു ദുരന്തമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ നേപ്പാൾ ടൂറിസം തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് പ്രകാരമാണ് ഇതിൽ ഏതാണ്ട് 384 പേര് കാണാതായിരിക്കുന്നവരിൽ 291 വിദേശ പൗരന്മാരും 93 നേപ്പാളി പൗരന്മാരും ഉൾപ്പെടുന്നു എന്നാണ്. അതിൽ 34 മലയാളികൾ ഉൾപ്പെടുന്ന കാസർഗോഡ് നിന്നുള്ള സംഘമുണ്ടെന്നുള്ളത് അല്പം മുമ്പ് നമ്മൾ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടിരുന്നു. ഇവർ ഇപ്പോൾ സുരക്ഷിതരാണ് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഇപ്പോഴും ഈ മിന്നൽ പ്രളയത്തിൽ ഒലിച്ചുപോയ പലരുമുണ്ട്. അവരെ കണ്ടെത്താനായിട്ടില്ല. ഒരു നഗരം അല്ലെങ്കിൽ ഒരു കൊച്ചു ഗ്രാമങ്ങൾ ഒലിച്ചിറങ്ങുന്ന ഒരു വ്യക്തമായ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. നിരവധി പേരാണ് ഈ മിന്നൽ പ്രളയത്തിൽ ഒലിച്ചു പോയിട്ടുള്ളത്. ഈ കാണാതായ 384 പേരിൽ ഓസ്ട്രേലിയ, നെതർലാൻഡ്സ്, US, മലേഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള പലരുമുണ്ട്. ഇതുകൂടാതെ പലരുടെയും ദേശീയത ഇപ്പോഴും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും പുറത്തു വരുന്ന വിവരങ്ങളാണ്. ഈ നേപ്പാളില് ശരി മരിയ, ദയവായി തുടരുക. ഇപ്പോൾ ദില്ലിയിൽ നിന്ന് ഫെമിന കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഫെമിന, ഈ 105 ഇന്ത്യക്കാരാണ് ഈ പ്രളയത്തിൽ കാണാതായവരിൽ ഉൾപ്പെട്ടതെന്നാണ് മനസ്സിലാക്കുന്നത്. ബീഹാറിലും UP-യിലും അടക്കം ജാഗ്രതാ നിർദ്ദേശമാണ്. ഏത് രീതിയിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ? ആര്യ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേപ്പാൾ പ്രധാനമന്ത്രി ഭലേന്ദ്ര ഷായുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. നേപ്പാളിനോടൊപ്പമാണ് ഇന്ത്യ എന്ന് അദ്ദേഹത്തെ അറിയിച്ചു. അടിയന്തര സഹകരണങ്ങൾ അടിയന്തരമായിട്ട് വേണ്ട സഹായ സാമഗ്രികൾ ഇന്ത്യ ഉടൻ നേപ്പാളിലേക്ക് എത്തിക്കും. എല്ലാ തരത്തിലും നേപ്പാളിനോടൊപ്പമാണ് എന്നാണ് ഇന്ത്യ ഇപ്പോൾ പ്രധാനമന്ത്രി ഔദ്യോഗികമായിട്ട് തന്നെ അറിയിച്ചിരിക്കുന്നത്. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഏകദേശം 105 ഇന്ത്യക്കാരാണ് ഇപ്പോൾ ഇത്തരത്തിൽ കാണാതായവരിൽ ഉള്ളത് എന്നതാണ്. എന്നാൽ അവർ ഏത് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് എന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല. ഇന്ത്യൻ എംബസിയുമായിട്ട് ബന്ധപ്പെടാനുള്ള അടിയന്തര സഹായ നമ്പർ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് നേപ്പാളിലെ ഇന്ത്യൻ എംബസി. 300ഓളം പേരെയാണ് ഇപ്പോൾ കാണാതായിട്ടുള്ളത്. അതിൽ 105 പേരുണ്ട് എന്നുള്ളതാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. അതിൽ പ്രധാനമായും ടൂറിസ്റ്റ് ഇത്തരത്തിൽ സമ്രാട്ട് ടൂർസ് ആൻഡ് ട്രാവൽസ് വഴി യാത്ര ചെയ്ത 59 ഇന്ത്യക്കാരെയാണ് കാണാതായിട്ടുള്ളത്. അതുപോലെ തന്നെ ലീഫ് ഹോളിഡേ വഴി ട്രാവൽ ചെയ്ത 46 ഇന്ത്യക്കാരെ കാണാതായിട്ടുണ്ട്. എന്നാൽ ഇതിൽ ഈ 105 പേരിൽ ഇവർ ഏത് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് എന്നതിൽ ഇപ്പോഴും ഒരു സ്ഥിരീകരണമായിട്ടില്ല. ഇന്ത്യൻ എംബസി അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നേപ്പാളിലേക്ക് ദുരിതാശ്വാസ സാമഗ്രികൾ അയക്കാൻ ഇന്ത്യ തയ്യാറെടുക്കുന്നു. മാത്രമല്ല, നേപ്പാളിനോട് അതിർത്തി പങ്കിടുന്ന ബീഹാർ, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബീഹാർ മുഖ്യമന്ത്രി സമ്രാജ് ചൗധരിയുമായിട്ട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. പ്രളയ സാധ്യതയുള്ള നേപ്പാളിലെ ഈ ഒരു മിന്നൽ പ്രളയത്തിൽ ഈ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾക്കും ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാർ 35ഓളം വരുന്ന മലയാളികൾ സുരക്ഷിതരാണ്. പക്ഷെ ഇപ്പോഴും 105 പേരെ കാണാതായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പുതിയതായിട്ട് പറയാൻ പറ്റുന്ന കാര്യം. ശരി, ഫെമിനയാണ് വിവരങ്ങൾ നൽകിയത്. ഒരിക്കൽ കൂടി മരിയയിലേക്ക് പോവുകയാണ്. മരിയ, നേപ്പാൾ സർക്കാരിന്റെ നിർദ്ദേശം അനുസരിച്ച് അല്ലെങ്കിൽ അവർ പറയുന്ന വിവരങ്ങൾ അനുസരിച്ച് രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. ഒരുപക്ഷെ മരണസംഖ്യ ഉയരാനുള്ള ഒരു സാധ്യതയാണ് മുന്നിലുള്ളത്.
ലഭിച്ചിരിക്കുന്ന വിവരം അനുസരിച്ച് 9 പേരാണ്. എന്നിരുന്നാൽ പോലും 384 ആൾക്കാരോളം കാണാതായിട്ടുണ്ട്. ഇവരിൽ എത്ര പേരെ രക്ഷപ്പെടുത്താനാവും, എത്ര പേരെ തിരിച്ച് ജീവനോടെ എത്തിക്കാൻ കഴിയുമെന്നുള്ളത് ഉറപ്പില്ല. കാരണം അത്രത്തോളം വ്യാപ്തിയുള്ള ഒരു അപകടമാണ് നടന്നിട്ടുള്ളത്. മുമ്പും ഈ ഒരു സ്ഥലത്ത് തന്നെ ഇത്തരത്തിലൊരു മിന്നൽ പ്രളയം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫെമിന പറഞ്ഞതുപോലെ തന്നെ ഈ നദി ഒഴുകുന്നത് ഇന്ത്യയിലേക്ക് ആയതുകൊണ്ട് തന്നെ യുപിയിലും ബീഹാറിലും ജാഗ്രതാ നിർദ്ദേശം നൽകി വരികയാണ്. എന്തായാലും കാണാതായവർക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കുന്നു എന്ന് തന്നെയാണ് നേപ്പാളിന്റെ ഭാഗത്തു നിന്നുള്ള പ്രാഥമിക വിവരം. ഈ സമീപ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഒരു സുരക്ഷ ഒരുക്കി തന്നെയായിരിക്കില്ലേ മുന്നോട്ട് പോകുന്നത്? കാരണം ശക്തമായൊരു പ്രളയം എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. തീർച്ചയായും ആര്യ, ഈ ഒരു സമയത്ത്, അതായത് ഈ ഒരു അപ്രതീക്ഷിതമായിട്ടുണ്ടായ ഈ നദിയിൽ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ജലനിരപ്പ് ഉയരാനുണ്ടായ കാരണം എന്താണ് എന്നുള്ളത് വ്യക്തമല്ല. അതുകൊണ്ട് തന്നെ ഈ അപ്രതീക്ഷിതമായ ഈ മിന്നൽ പ്രളയത്തിൽ നേപ്പാൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വളരെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകി വരുന്നു. നേപ്പാളിലെ സൈന്യം അവർക്കായി വേണ്ട കാര്യങ്ങളെല്ലാം ശക്തമായി ചെയ്തു തന്നെ വരുന്നു എന്നുള്ള വിവരങ്ങളാണ്. ഇതിനായി സൈന്യം അവരുടെ ഹെലികോപ്റ്റർ സംവിധാനങ്ങൾ ഉൾപ്പെടെ സുരക്ഷയ്ക്കായിട്ടും മറ്റുമുള്ള കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ആര്യ.